നമസ്കാരം, മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. നോവലിസ്റ്റ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്ന നോവലിലെ അടുത്ത പാർട്ടുകൾ കേൾക്കാം. മാറാട് പോയി വന്ന ശേഷം കുറച്ചു ദിവസത്തോളം ശരൺ മിഴിയെ കണ്ടതേയില്ല. ഇത്രയും കാലം അവൾ അന്വേഷിച്ചു നടന്ന ചോദ്യങ്ങൾക്ക് ലഭിച്ച ഉത്തരങ്ങളുമായി പൊരുത്തപ്പെടാൻ അവൾക്ക് അല്പം സമയമെടുക്കുമെന്ന് അവനും അറിയാമായിരുന്നു. അതുകൊണ്ട് 1-2 മെസ്സേജുകൾ അയച്ചതല്ലാതെ അവൻ അവളെ ശല്യം ചെയ്യാൻ നിന്നില്ല. അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതിരുന്നതിനാൽ അവൻ മീറ്റിങ്ങുകൾക്കായി ചേട്ടനൊപ്പം പോയി. ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അവൻ അവളെ വീണ്ടും കാണുന്നത്. ഒരു വൈകുന്നേരം കോളേജ് ഗേറ്റിന് മുൻപിൽ ബൈക്ക് നിർത്തി അവൻ അവൾക്ക് വേണ്ടി കാത്തുനിന്നു. സുഹൃത്തുക്കൾക്കൊപ്പം സംസാരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങിയ മിഴി ആദ്യം അവനെ ശ്രദ്ധിച്ചില്ല. കോളേജ് കഴിയുമ്പോൾ പിക്ക് ചെയ്യാൻ വരുന്ന അത്രയും ഈ കണക്ഷൻ വളർന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ മിഴി. ശരണിനെ കണ്ട അവളുടെ സുഹൃത്തുക്കളിൽ ഒരാൾ അവളെ കളിയാക്കി. മിഴി സൈഡിലേക്ക് തിരിഞ്ഞ് ശരണിനെ നോക്കി. അവളും അവനെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും വ്യക്തമായിരുന്നു. ആ കാര്യം ഞാനും ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഒന്ന് ചോദിക്കട്ടെ? അവൾ അവരോട് യാത്ര പറഞ്ഞു ശരണിനടുത്തേക്ക് നടന്നു. എന്താ, കോളേജിന്റെ പരിസരത്തൊക്കെ ഏതേലും പെൺപിള്ളേരെ അന്വേഷിച്ചു വന്നതാണോ? മിഴി അവളുടെ ബാഗ് ബൈക്കിന്റെ ബാക്ക് സീറ്റിൽ വച്ചു. അങ്ങനെ കുട്ടിക്കോ, പക്ഷെ അന്വേഷിച്ചു വന്ന ആളെ കിട്ടിയില്ല. നീ വന്ന സ്ഥിതിക്ക് വാ, കേറിക്കോ, വീട്ടിലേക്കൊരു ലിഫ്റ്റ് തരാം. സമ്മതിച്ചേക്ക്, എന്നെ മിസ് ചെയ്തു, അതുകൊണ്ടാണ് വന്നതെന്ന്. യെസ്, ഐ മിസ്ഡ് യു. അവൻ ഹാൻഡിലിൽ പിടിച്ചു ബൈക്കിലേക്ക് ചാരുന്നെന്ന് അവളെ നോക്കി. നീ ഓക്കെ അല്ലേ? അല്ല, പക്ഷെ ആവും. അച്ഛൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും എന്നൊരു പ്രതീക്ഷ ഇത്രയും കാലം ഉള്ളിലുണ്ടായിരുന്നു. അത് അവസാനിക്കുമ്പോൾ ഇനി എന്ത് എന്നൊരു ചോദ്യം മാത്രമാണ് ശേഷിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആകെ ഒരു ശൂന്യത, ജീവിതത്തിന് ലക്ഷ്യവും അർത്ഥവും ഒന്നുമില്ലാത്ത പോലെ. അവളുടെ കണ്ണുകളിലെ നിരാശ അവന് നന്നായി വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. നീ അറിഞ്ഞ കാര്യങ്ങൾ അമ്മയോടും പപ്പയോടും പറയുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവരതറിഞ്ഞിട്ടെന്തിനാ? ഇത്രയും കാലം ഞാൻ അനുഭവിച്ച വേദനകൾ ഇല്ലാതാവുന്നില്ലല്ലോ. അമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ചെയ്ത തെറ്റുകൾക്ക് സ്വയം മാപ്പ് കൊടുക്കാൻ പോലും അമ്മയ്ക്ക് കഴിഞ്ഞെന്ന് വരില്ല. എൻ്റെ അച്ഛൻ ആരായിരുന്നുവെന്ന് എനിക്കറിയാലോ, അതുമതി. നിന്നോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നീ നിർബന്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കൽ കൂടി അവിടേക്ക് പോകാനുള്ള ധൈര്യം എനിക്കുണ്ടാവുമായിരുന്നില്ല. ഇത്ര ഇഷ്ടത്തോടെ അച്ഛനെക്കുറിച്ചോർക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. താങ്ക്സ് ശരൺ. അവൾ അവനെ നന്ദിയോടെ നോക്കി. പണ്ടൊരിക്കൽ പ്രണവിനോടും പ്രവീണിനോടും എനിക്ക് വേണ്ടി തല്ലുണ്ടാക്കിയിട്ടില്ലേ? അതിൻ്റെ കടം വീട്ടിലായി കൂട്ടിയാൽ മതി. അവൻ പണ്ടത്തെ ഗ്രൗണ്ടിലെ അടിപിടി ഓർത്തെടുത്തു. ആഹാ, അതൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെയില്ലാതെ. ആ സമയത്ത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നിന്നെ മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. നീയുമായിട്ട് കൂട്ടുകൂടിയാൽ നല്ല 8ന്റെ പണി കിട്ടുമെന്ന കാര്യം മാത്രം ഉറപ്പുണ്ടായിരുന്നു. അതോർത്ത് നീ പേടിക്കേണ്ട. എനിക്കെന്തെങ്കിലും പറ്റിയ ശേഷമേ അത് നിനക്ക് നേരെ വരുള്ളൂ. മിഴി, നാളെ ഞാൻ തിരിച്ചു പോകും. അല്പനേരത്തെ മൗനത്തിനു ശേഷം അവൻ അവളോട് പറഞ്ഞു. നാളെയോ? ഇത്രയും പെട്ടെന്ന് അവൻ തിരിച്ചു പോകുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഒരുവിധം കഴിഞ്ഞു. പിന്നെ ചേട്ടന് ഒരുപാട് ദിവസം ഇവിടെ നിൽക്കാനും പറ്റില്ല. പോയേ തീരൂ. കുറച്ചുനേരം അവളതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഇനി എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. മുറിയിലെ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ബാൽക്കണിയിൽ നിന്ന് നീ എന്നെ നോക്കി ചിരിക്കുമെന്ന് എല്ലാ ദിവസവും വെറുതെ പ്രതീക്ഷിക്കാലോ. അവൾ അവനെ നോക്കി. ഉറപ്പില്ലാത്തൊരു വാക്ക് നൽകാൻ എനിക്കും താല്പര്യമില്ല. എനിക്കും അറിയില്ല ഇനി എന്നാണ് തിരിച്ചു വരാൻ കഴിയുന്നതെന്ന്. പക്ഷെ ഒരു കാര്യം നന്നായി അറിയാം, ഇത്തവണ യാത്ര പറയുന്നത് അത്ര എളുപ്പമല്ല. എന്തൊക്കെയോ ബാക്കിയാക്കി പോകുന്ന പോലെ. അവൻ മറ്റെന്തോ പറയാൻ തുടങ്ങിയെങ്കിലും എന്തോ ഓർത്ത് അത് വേണ്ടെന്ന് വെച്ചു അവളെ നോക്കി. ഈ ലാസ്റ്റ് പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. എനിക്ക് ഫോർവെൽ സ്പീച്ചിൽ വെച്ച് കാച്ചാം. അവൻ്റെ സംസാരം മറ്റൊന്നിലേക്കും വഴുതി മാറാതിരിക്കാൻ അവൾ ചാടിക്കേറി തമാശയായി പറഞ്ഞു. മിഴി പ്ലീസ്, നിനക്കെല്ലാം തമാശയാണോ? ശരൺ തലതിരിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങി. നിൽക്ക്, പോകല്ലേ. അടുത്ത തവണ നീ വരുമ്പോൾ ഇത്തവണ തന്നതിനേക്കാൾ ഒരു ഗ്രാൻഡ് വെൽക്കം ഞാൻ റെഡിയാക്കി വയ്ക്കാം. ഈ സിനിമയുടെ ഇൻട്രോ സീനിലൊക്കെ കാണാറില്ലേ, തോക്കും ബോംബും എല്ലാമായി കുറച്ചുകൂടി വലിയ സെറ്റപ്പ് പരിപാടി. വേണേൽ ഒരു നൊസ്റ്റാൾജിയയ്ക്ക് പോലീസിനെയും ഇറക്കാം. നീ ഹെലികോപ്റ്ററിൽ നിന്ന് കയറിൽ തൂങ്ങി താഴേക്കിറങ്ങുന്ന ഒരു ഇൻട്രോ ആണ് ഞാൻ അടുത്ത തവണത്തേക്ക് പ്രതീക്ഷിച്ചത്. ശരൺ ചിരിച്ചുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അവൾ അവൻ്റെ ബൈക്കിന് പിറകിൽ കയറിയിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി മിഴി എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു. അവനത് മൂളി കേൾക്കുകയല്ലാതെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവളെ വീടിന് മുന്നിൽ ഇറക്കി പോകാനൊരുങ്ങുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കി ചിരിച്ചു. അവൻ അബുദാബിയിലേക്ക് തിരിച്ചു വന്നിട്ട് 2 മാസം കഴിഞ്ഞു. കുറച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും വന്ന ഓഫറുകൾ ഒന്നും അത്ര നല്ലതല്ലാത്തതിനാൽ വേണ്ടെന്ന് വച്ചു. കൂടെ പഠിച്ച പലരും ജോലിക്ക് കയറിയെങ്കിലും തിരക്കിട്ട്
കൂടെ പഠിച്ച പലരും ജോലിക്ക് കയറിയെങ്കിലും തിരക്കിട്ട് ഒന്നിലും തലവയ്ക്കേണ്ടെന്നോർത്ത് ഫ്രണ്ട്സിന്റെ കൂടെ കറക്കവും ചേട്ടനൊപ്പം ബിസിനസ് യാത്രകളുമായി ശരണിന്റെ ജീവിതം മുന്നോട്ടു പോയി. പക്ഷേ അതിനൊക്കെയിടയിലും ജീവിതത്തിന്റെ ഏതോ ഒരു സ്ട്രിംഗ് പൊട്ടിക്കിടക്കുന്ന പോലെ അവന് തോന്നി. ഇത്രയൊക്കെ എൻഗേജ് ആയിട്ടും എവിടെയൊക്കെയോ ഒരു മിസ്സിംഗ് ഫീൽ ചെയ്യുന്നു. ഒരു ദിവസം അമ്മയുമായി കിച്ചണിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ അവൻ ഫോണിലെ മെസ്സേജുകളിലൂടെ കണ്ണോടിച്ചു. ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ആദ്യമുള്ളത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്ത ആളുകളെക്കുറിച്ച് മിഴിയയച്ച ഒരു ട്രോൾ പോസ്റ്റാണ്. ജോലിയില്ലാത്ത എഞ്ചിനീയേഴ്സിനായി ഞാനൊരു യൂണിയൻ തുടങ്ങുന്നതിനെക്കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? അവൻ അതിനുള്ള റിപ്ലൈയായി ചോദിച്ചു. അതൊരു നല്ല ഐഡിയ ആണ്. നിങ്ങളുടെ ആദ്യത്തെ സമരം ഫ്രഷേഴ്സിന് പോലും ജോലി കിട്ടണമെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്ന കമ്പനികൾക്കെതിരെയും രണ്ടാമത്തെ പഠിത്തം എല്ലാം കഴിഞ്ഞല്ലോ ജോലിയായില്ലേ എന്ന് ചോദിക്കുന്ന കുടുംബക്കാർക്കുള്ള ഇരുട്ടടിയും ആയിക്കോട്ടെ. മെസ്സേജിന് അപ്പോൾ തന്നെ ബ്ലൂടിക്ക് വീണു. റിപ്ലൈയും വന്നു. ഞങ്ങൾ എഞ്ചിനീയേഴ്സിനെ കുറിച്ച് വിലപിച്ചത് മതി. നീ ഈ അടുത്ത കാലത്തെങ്ങാനും ഷെഫായി കാണുമോ? പിന്നില്ലാതെ. മുംബൈയിൽ ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. വീട്ടിൽ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം നല്ല എതിർപ്പായിരുന്നു. അപ്പോൾ ഞാൻ മുന്നാറിൽ നിന്ന് അമ്മച്ചനെ കളത്തിലിറക്കി. ഒരുവിധം എല്ലാം സമ്മതിപ്പിച്ചിട്ടുണ്ട്. ക്ലാസ് തുടങ്ങാൻ ഇനിയും 2 ആഴ്ച കൂടെയുണ്ട്. കൊള്ളാലോ. എന്നിട്ടിപ്പോഴാണോ പറയുന്നത്? നീ ഇപ്പോഴല്ലേ ചോദിച്ചത്? കഴിഞ്ഞ 2 മാസം മിഴിയുമായുള്ള സംഭാഷണങ്ങൾ ഏറെക്കുറെ ഇങ്ങനെ തന്നെയായിരുന്നു. ചില ദിവസങ്ങളിൽ മണിക്കൂറുകളോളം സംസാരിക്കും. ഇടയ്ക്ക് ഒരാഴ്ചയോളം അവളുടെ അഡ്രസ് പോലും കാണില്ല. പക്ഷേ പണ്ടത്തെ പോലെ പൂർണ്ണമായും മറന്നു പോകാതെ കോൺടാക്റ്റ് കീപ്പ് ചെയ്യാൻ ഇത്തവണ 2 പേരും ശ്രമിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യമൊക്കെ ഓപ്പൺ പോലും ചെയ്യാതിരുന്ന മുംബൈ ലൊക്കേഷനിൽ വരുന്ന കമ്പനികളിലേക്കും അവൻ ബയോഡാറ്റ അയച്ചു. അതിലൊരു കമ്പനിയിലേക്ക് പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂ വിളിക്കുകയും 1 മാസത്തിനകം ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടുകയും ചെയ്തു. കുറേ നേരമായാലും ലാപ്ടോപ്പിലേക്ക് നോക്കി മിഴിച്ചിരിക്കുന്നത്. എന്തുപറ്റി? സോഫയിലിരുന്ന് ആ ജോബ് ഓഫർ എടുക്കണോ വേണ്ടയോ എന്ന സംശയത്തിൽ മെയിൽ ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരുന്ന ശരണിനെ കണ്ട് വരുൺ അവനടുത്ത് വന്നിരുന്നു. നല്ലൊരു ജോബ് ഓഫർ വന്നിട്ടുണ്ട്. പക്ഷെ ലൊക്കേഷൻ മുംബൈയാണ്. ഇത്രയും കാലം ഇവിടെ തന്നെ എന്തെങ്കിലും നോക്കണം എന്നല്ലേ പറഞ്ഞത്? നീ എങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് മുംബൈയിലെത്തി? വരുൺ സംശയത്തോടെ പുരികം ചുളിച്ചു. നല്ലൊരു വേക്കൻസി കണ്ടപ്പോൾ അപ്ലൈ ചെയ്തു. അവൻ ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുക്കാതെ വെറുതെ മെയിൽ സ്ക്രോൾ ചെയ്തു. ശരണേ, അപ്പറഞ്ഞ കാര്യം എൻ്റെ മുഖത്ത് നോക്കി ഒന്നുകൂടെ പറഞ്ഞേ. അവൻ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലായപ്പോൾ വരുൺ അവൻ്റെ താടി കുറച്ചു ബലമായി പിടിച്ചുയർത്തി. ശരി, വേദനിക്കുന്നു. വിട്. ചേട്ടന് മിഴിയെ ഓർമ്മയില്ലേ? അവളിപ്പോൾ മുംബൈയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി കുറച്ചു കാലം അവിടെ പോയി നിൽക്കാമെന്ന്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. പിന്നെ എനിക്കും ഒരു ചേഞ്ചായിരിക്കും. ഞാൻ അങ്ങനെ എവിടെയും ഒറ്റയ്ക്ക് മാറി നിന്നിട്ടില്ലല്ലോ. അവൻ കഴിയാവുന്നതിൻ്റെ പരമാവധി ഡ്രാമ ഇല്ലാതെ കാര്യം അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഓഹോ, അപ്പോൾ നല്ല ജോലി കണ്ടിട്ടല്ല, അവളെ കണ്ടിട്ടാണ് മുംബൈയിലേക്കുള്ള ഈ ചാട്ടം. നീ തിരിച്ചു വരുമ്പോൾ ഞാൻ കല്യാണത്തിൻ്റെ ഒരുക്കം തുടങ്ങണോ അതോ ഹാർട്ട് ബ്രേക്ക് പ്ലേലിസ്റ്റ് തയ്യാറാക്കി വെക്കണോ? പ്ലീസ് ഒന്ന് നിർത്താമോ? അങ്ങനെ ഒരു ഇൻറ്റൻഷൻ എനിക്കില്ല. ശരൺ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് എഴുന്നേറ്റു. നീ ജനിച്ചു വീണ അന്ന് മുതൽ അച്ഛനെയും അമ്മയെക്കാളും നിന്നെ നോക്കിയിട്ടുള്ളത് ഞാനാണ്. അവളുടെ മെസ്സേജ് വരുമ്പോൾ നിന്റെ മുഖത്തുണ്ടാവുന്ന ചിരിയും, നാട്ടിൽ നിന്ന് വന്ന ശേഷം എന്തോ നഷ്ടപ്പെട്ട പോലെ മുഖവും കനപ്പിച്ച് ഈ വീട് ചുറ്റും നടന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് നീ കരുതരുത്. അയ്യോ ചേട്ടാ, ഒന്ന് പതുക്കെ. അമ്മ കേട്ടാൽ പിന്നെ അത് മതി. ശരി, ഞാൻ സമ്മതിച്ചു. എനിക്ക് അവളോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ അവൾക്കങ്ങനെ ഒരു കാര്യം തിരിച്ചുമുണ്ടെന്ന് തോന്നാതെ, അല്ലെങ്കിൽ അവളത് പറയാതെ എൻ്റെ ഭാഗത്തു നിന്നും ഒരു മൂവ് പോലും നടത്തില്ല. സത്യം. കണ്ടാൽ മതി. ജീവിതത്തിൽ ഒരുപാട് ആളുകൾ വരികയും പോവുകയും ചെയ്യും. പക്ഷെ എന്ത് സംഭവിച്ചാലും അതിനു മുൻപും ശേഷവും നമ്മുടെ ജീവിതത്തിന് പരിക്കുകൾ ഉണ്ടാവരുത്. ആർക്കു വേണ്ടിയും സ്വയം നഷ്ടപ്പെടുത്തരുത്. സ്വപ്നങ്ങളുടെ നഗരം എന്നാണ് മുംബൈയെക്കുറിച്ച് പറയാറുള്ളത്. അവിടെ നിനക്ക് ഒന്നിൽ കൂടുതൽ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവണം. വരുൺ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. അന്ന് രാത്രി ഈ കാര്യം പറയാനായി അവൻ മിഴിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് മുംബൈയിൽ ഒരു ജോബ് സെറ്റായിട്ടുണ്ട്. അതിപ്പോൾ എന്നോട് പറയുന്നത് എന്തിനാ? ആ മെസ്സേജ് കണ്ടപ്പോഴുണ്ടായ സന്തോഷം പുറത്തു കാണിക്കാതെ അവൾ മറുപടി അയച്ചു. ഇനി നേരിട്ട് കാണുമ്പോൾ ഒരു ഗ്രാൻഡ് വെൽക്കം തരാമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത് റെഡിയാക്കി വെച്ചോ. ഞാൻ അടുത്ത ആഴ്ച അങ്ങെത്തും. ഇവിടെ എത്തിയാൽ നല്ല ചൂട് വടാപ്പാവും ചായയും വാങ്ങിത്തരും. അതിനൊക്കെയാണെങ്കിൽ മാത്രം വന്നാൽ മതി. എന്നാൽ അങ്ങനെയാവട്ടെ. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽസ് അയക്കാം. ശരൺ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിനോട് അമ്മയ്ക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും വരുൺ ഒരുവിധം അമ്മയെ സമ്മതിപ്പിച്ചെടുത്തു. ഒരാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞ പോലെ മുംബൈയിൽ ഫ്ലൈറ്റ് ഇറങ്ങി ശരൺ മിഴിയെ ഫോൺ വിളിച്ചു. അവളുടെ ഫോണിലേക്ക് കോൾ കണക്റ്റ് ആയില്ല. ഫ്ലൈറ്റ് കയറുന്ന മുൻപേ അവനയച്ച മെസ്സേജും അതുവരെ ഡെലിവർ ആയിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അവൻ വരുന്ന കാര്യം എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് മറന്നുപോയതാവുമെന്ന് കരുതി അവൻ ലഗേജുമായി ടാക്സി സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് നടന്നു.
ടാക്സി സ്റ്റാൻഡിന് ഏറ്റവും മുൻപിലായി മഞ്ഞ നിറത്തിലുള്ള വലിയ പ്ലക്കാർഡും പിടിച്ച് പിങ്ക് കുർത്തയും ജീൻസും ഇട്ട് നിൽക്കുന്ന മിഴിയെ കണ്ടതും അവൻ ഒരു നിമിഷം സ്റ്റെക്കായി. ദൂരെ നിന്നും തന്നെ ആ പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നത് അവന് വ്യക്തമായി കണ്ടു. വെൽക്കം ടു മുംബൈ ശരൺ, നോ എസ്കേപ്പ് നൗ, യു ആർ ഒഫീഷ്യലി സ്റ്റക്ക് വിത്ത് മീ. ആളുകൾ ശ്രദ്ധിക്കുന്നതിന് മുൻപേ ആ പ്ലക്കാർഡ് താഴ്ത്തിപ്പിടിക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അവൻ വേഗത്തിൽ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ എത്തും മുൻപേ നിർത്തിയിട്ട ടാക്സിയുടെ പിറകിൽ നിന്നും ഡോലുമായി 2 ചെറുപ്പക്കാർ അവന് മുൻപിലേക്ക് ചാടി വീണ് ശബ്ദത്തിൽ ഡോൽക്കുട്ടി ഡാൻസ് തുടങ്ങി. ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും ശബ്ദം കേട്ട് ഒരുമിച്ച് അവിടേക്ക് നോക്കി. ശരണിനെ നോക്കി ചിരിച്ചുകൊണ്ട് പ്ലക്കാർഡും ഉയർത്തിപ്പിടിച്ച് മിഴിയും അവർക്കൊപ്പം ഡാൻസ് ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ തന്നെ അവന് കുറച്ച് സമയമെടുത്തു. അതേതേലും സെലിബ്രിറ്റിയാണോ അമ്മേ? അതിലൂടെ കടന്നുപോയ ഒരു പയ്യൻ ചോദിക്കുന്നത് കേട്ട് ശരൺ നാണക്കേട് കൊണ്ട് മുഖം മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. മിഴി, മതി, ധാരാളം. ഇത്രയും വലിയ വെൽക്കം ഒരാൾക്കും കിട്ടാനിടയില്ല. പ്ലീസ് ഒന്ന് നിർത്താമോ? അവൻ അപേക്ഷയെന്നോണം കൈകൂപ്പി. ഹലോ മാഡം, ഇവിടെ ഇതൊന്നും പാടില്ല. ബഹളം കേട്ട് CISF ഗാർഡ് അവർക്കടുത്തേക്ക് നടന്നു വന്ന്. മതി മതി, ഇവൻ്റെ മുഖത്തുള്ള ഈ ഒരു എക്സ്പ്രഷൻ കാണണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഇനി നിങ്ങൾ വിട്ടോ, താങ്ക്സ്. അവൾ പോക്കറ്റിൽ നിന്നും കാശ് എടുത്തു കൊടുത്തു ഡോലുമായി വന്ന ചെറുപ്പക്കാരെ പറഞ്ഞു വിട്ടു. ശരണിന് നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷമായി പോയാൽ മതിയെന്ന് തോന്നി. നീ ടാക്സിയിലേക്ക് കയറുന്നോ അതോ ഞാൻ ബുക്ക് ചെയ്ത് വെച്ച കുതിരയെ ഇറക്കണോ? ഇത്രയൊന്നും ചെയ്തിട്ട് നിനക്ക് മതിയായില്ലല്ലേ? അവൻ വേഗത്തിൽ ബാഗുകൾ ഡിക്കിയിലേക്ക് കയറ്റി കാറിൽ കയറി. അല്ലെങ്കിലും തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയാ. വരുന്നത് നിന്റെ അടുത്തേക്കാവുമ്പോൾ ഇതിലപ്പുറവും ഞാൻ പ്രതീക്ഷിക്കണമായിരുന്നു, അവൻ ആത്മഗതമെന്നോണം പറഞ്ഞു. ഇനി വരാനിരിക്കുന്ന മുംബൈ ജീവിതത്തിൻ്റെ ഒരു ട്രെയിലറായി കണ്ടാൽ മതിയെന്നേ. അവൾ ചിരിച്ചുകൊണ്ട് ഡ്രൈവറിന് ശരണിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. നെക്സ്റ്റ് പാർട്ട്. പുറത്തുനിന്ന് കാണുന്നതിലും കേൾക്കുന്നതിലും എത്രയോ വ്യത്യസ്തമാണ് മുംബൈ എന്ന് അവിടെ താമസം തുടങ്ങി പെട്ടെന്ന് തന്നെ ശരണിന് മനസ്സിലായി. ആ നഗരത്തിന് അതിൻ്റേതായ ഒരു താളമുണ്ട്. ലോക്കൽ ട്രെയിനിലെ തിരക്ക് പിടിച്ച ഒന്തും തള്ളിനുമിടയിലും അന്ധേരിയിലെ ഒരിക്കലും അവസാനിക്കാത്ത ട്രാഫിക്കിനുമിടയിലും മനുഷ്യർക്ക് അവിടെ അവരുടേതായ ഇടം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അവരുടെ സ്വപ്നങ്ങളെയും ജീവിതത്തെയും ആ നഗരം അതിൻ്റെ മുഴുവൻ പ്രാണനും നൽകി ചേർത്ത് പിടിക്കുന്നുണ്ട്. മനസ്സിലുള്ള പ്രതീക്ഷയുടെ കനൽ കെടാതെ ആ നഗരത്തെ വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ തിരക്കുകളിലേക്ക് ഇറങ്ങി നടക്കാനുള്ള ധൈര്യം ഉള്ളിലുണ്ടായാൽ മതി. വീടിനടുത്തുള്ള ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് കയ്യിലൊരു സാൻഡ്വിച്ചുമായാണ് അവൻ ഫസ്റ്റ് ക്ലാസ് കോച്ചിലേക്ക് കയറിയത്. ലോക്കൽ കോച്ചിലെ തിരക്ക് ഒഴിവായി കിട്ടുമെന്ന അവൻ്റെ എല്ലാ ധാരണകളെയും തിരുത്തി ഗാർഡ് കൂപ്പർ എത്തിയപ്പോഴേക്കും കോച്ചിലേക്ക് ആളുകൾ ഇടിച്ചു കയറി. ഫോൺ റിങ് ചെയ്തപ്പോൾ അവൻ കഴിച്ചു തീരാറായ സാൻഡ്വിച്ച് അപ്പാടെ വായിലേക്കിട്ട് ഫോൺ എടുത്തു. നീ ലോക്കൽ ട്രെയിനിലാണോ ഉള്ളത്? ഫോൺ എടുത്തപാടെ മിഴി അത് ചോദിച്ചപ്പോൾ ഇനി അവൾ തൻ്റെ ഉള്ളിൽ എന്തെങ്കിലും GPS ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നവന് തോന്നി. അല്ലാതെ ഇത്ര കൃത്യമായി എല്ലാം ഗസ് ചെയ്യാൻ അവൾക്ക് എങ്ങനെ സാധിക്കുന്നു? എൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല. മുംബൈ ജീവിതത്തിൽ പകുതിയും ഈ ലോക്കൽ ട്രെയിനിൽ ഓടിത്തീരുമെന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ ഒരു ബൈക്ക് എടുക്കാൻ. നിനക്കല്ലേ ഈ സിറ്റിയുടെ ആത്മാവ് അറിയാൻ വ്യഗ്രത. ഞാൻ മാട്ടുങ്ക സ്റ്റേഷനിൽ ഉണ്ടാവും. ഇന്നത്തെ വടാപ്പാവ് ഞാൻ സ്പോൺസർ ചെയ്തേക്കാം. അത്രയും പറഞ്ഞവൾ ഫോൺ ഓഫ് ചെയ്തതും അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാനായി അവൻ ആ തിരക്കിലൂടെ ഡോറിനടുത്തേക്ക് നടന്നു. എല്ലാം പ്ലാൻ ചെയ്ത ദിവസവും സമയവും എല്ലാം തീരുമാനിച്ച് ഒരിക്കലും അവർ കണ്ടുമുട്ടിയിരുന്നില്ല. എല്ലാം പെട്ടെന്ന് സംഭവിക്കുന്ന കൂടിക്കാഴ്ചകളായിരുന്നു. മിക്കപ്പോഴും ശരൺ ഓഫീസിലും മിഴി അവളുടെ ക്ലാസ്സുകളിലുമായി തിരക്കിലാവുമെങ്കിലും തമ്മിൽ കാണാതെ ഒരാഴ്ച പോലും കടന്നു പോവില്ല. പുതിയ ഫുഡ് സ്പോട്ട് തേടി വല്ലപ്പോഴുമുള്ള യാത്രകളായിരുന്നു ആദ്യമെല്ലാം. പിന്നെ അതൊരു പതിവായി. ബാന്ദ്ര തെരുവുകളിലൂടെയുള്ള അവസാനിക്കാത്ത രാത്രി നടത്തങ്ങളായി. മാട്ടുങ്ക സ്റ്റേഷന് പുറത്തുള്ള ഒരു ചെറിയ കടയ്ക്ക് മുന്നിൽ പച്ചക്കറികളുടെ പ്രിന്റ് പതിപ്പിച്ച ലാവൻഡർ ടീഷർട്ടും ജീൻസും ഇട്ട് മുടി ഉയർത്തിക്കെട്ടി കയ്യിൽ പഴയ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ വടാപ്പാവുമായി നിന്നിരുന്ന മിഴി ശരണിനെ കണ്ടതും കൈവീശി. നീ എന്നത്തെയും പോലെ ലേറ്റാണ്. അവൾ പൊതി അവനെ നേരെ നീട്ടി. ഞാൻ വേറെ വഴിക്ക് പോകാൻ ഇറങ്ങിയതാ. അപ്പോഴല്ലേ നീ വിളിച്ചത്. ആ തിരക്കിൽ നിന്ന് ഈ സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റിയത് തന്നെ ഭാഗ്യം. അവൻ ചൂടുള്ള വടാപ്പാവ് വായിലേക്കിട്ടു. എപ്പോഴും പ്ലാൻ ചെയ്തു കൊണ്ടിരുന്നാൽ പ്ലാനിങ് മാത്രമേ നടക്കത്തുള്ളൂ. ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇടംവലം നോക്കാതെ പെട്ടെന്നങ്ങ് ഇറങ്ങിയേക്കണം. അവൾ പറയുന്നതിന് തലയാട്ടിക്കൊണ്ട് വടാപ്പാവിൻ്റെ ഒരു വലിയ കഷണം കടിച്ചു. എരിവുള്ള ചട്നിക്കും മുരിഞ്ഞ വടയ്ക്കും ഒപ്പം കിട്ടിയ വറുത്തെടുത്ത മുളക് കൂടി കടിച്ചപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വന്നു. പറ്റുന്ന പണിക്ക് പോയാൽ പോരെ ശരൺ. അവൾ അവൻ്റെ കയ്യിൽ നിന്നും മുളക് വാങ്ങി പുറത്തേക്കെറിഞ്ഞു. റോഡിൽ നിറയെ കോളേജ് പിള്ളേരുടെ തിരക്കായിരുന്നു. അതിനിടയിൽ കയ്യിൽ പ്ലാസ്റ്റിക് കുട്ടയുമായി സ്ത്രീകൾ ഫ്രൂട്ട് കച്ചവടക്കാരുമായി വിലപേശലിൽ മുഴുകി. വറുത്ത നിലക്കടലയുടെയും പെട്രോളിൻ്റെയും മണം അവളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. എത്ര നിശബ്ദമായിരുന്നാലും നഗരം കാഴ്ചകൾ കൊണ്ട് നിരന്തരം സംവദിച്ചു കൊണ്ടിരുന്നു. എങ്ങനെയുണ്ട് മുംബൈയിലെ ഏകാന്തവാസം? അവൾ എരിവ് മാറാൻ വെള്ളം കുടിച്ചു കൊണ്ടിരുന്ന ശരണിനെ നോക്കി.
വല്ലാത്തൊരു സൈലൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ. വീട്ടിൽ എപ്പോഴും ആരെങ്കിലും ഉണ്ടാവും. പക്ഷേ കുഴപ്പമില്ല, ഇതും ഒരു അനുഭവമാണല്ലോ. അത് മാറിക്കിട്ടാൻ നീ എൻ്റെ ബാൽക്കണിയിൽ കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിക്കുക. അല്ലെങ്കിൽ ഒപ്പം താമസിക്കാൻ ആരെങ്കിലും വിളിച്ചാലും മതി. നീ ഈ പറഞ്ഞ രണ്ടിനും എൻ്റെ കൂടെ വലിയ ആയുസ് ഉണ്ടാവാറില്ല. അതെന്താ അർത്ഥം വെച്ചൊരു സംസാരം? ചെടിക്ക് വെള്ളമൊഴിക്കാൻ ഞാൻ മറക്കും, അതുപോലെ ബന്ധങ്ങൾക്കും. അത് നമ്മളെപ്പോഴും പരിപാലിച്ചുകൊണ്ട് നടക്കണം. ഇടയ്ക്കൊന്ന് ശ്രദ്ധ മാറിയാൽ അത്രയും കാലം വെള്ളമൊഴിച്ചതിൻ്റെ ഓർമ്മ പോലും ഇല്ലാതെ ഇല പൊഴിച്ച് പ്രതിഷേധമറിയിച്ച് വാടിപ്പോകും. മുംബൈ വന്നിട്ട് നന്നായി ഫിലോസഫി പറയുന്നുണ്ടല്ലോ. എന്നാൽ ഞാൻ പൈനാപ്പിൾ പോലിരിക്കുന്ന ഒരു ചെടിയില്ലേ, അത് വാങ്ങിച്ചു തരാം. കാക്ടസ് ആണോ ഉദ്ദേശിച്ചത്? നിറയെ മുള്ളുകളുള്ള ചെടി. അതും നീയും ഒരുപോലെയാണ്. സ്നേഹം കൊണ്ടാണെങ്കിലും അറിയാതെ തൊട്ടുപോയാൽ പിന്നെ രക്തം കാണേണ്ടി വരും. അവൻ അവളെ കളിയാക്കി പറഞ്ഞു. ഹലോ, കാക്ടസിനെ വെച്ച് എന്നെ ഉപമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മുള്ളു മാത്രമല്ല, ആ ചെടിക്ക് വേറെയും പ്രത്യേകതകളുണ്ട്. കുറച്ചു മണ്ണും വെളിച്ചവും കിട്ടിയാൽ എവിടെ വേണമെങ്കിലും അത് സർവൈവ് ചെയ്യും. ആരും വന്ന് വെള്ളമൊഴിക്കണമെന്നോ പരിപാലിക്കണമെന്നോ ഒരു നിർബന്ധവുമില്ല. വളരാൻ അതിന് ആരുടെയും താങ്ങുവേണ്ട. ഏത് കാറ്റിലും മഴയിലും വേരുകളാഴ്ത്തി ഉറപ്പോടെ നിന്നോളും. ഞാൻ എന്നെ മാത്രം വിശ്വസിച്ചു ജീവിക്കുന്നില്ലേ, അതുപോലെ. കൊള്ളാലോ, സ്വയം നല്ല മതിപ്പാണല്ലേ. ശരൺ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിലേക്ക് കയ്യൂന്നി. എന്നെ ഞാൻ മതിക്കാതെ മറ്റുള്ളവരിൽ നിന്നും അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കാക്ടസിന് വേണമെങ്കിൽ വീട്ടിൽ വെക്കാം. പക്ഷെ നിന്നെ കയറ്റുന്ന കാര്യം നടക്കില്ല. എങ്ങനെ ഇങ്ങനെ മുഖത്തു നോക്കി പറയാൻ പറ്റുന്നു? വെരി റൂഡ് ശരൺ. അവൾ ഹാൻഡ് ബാഗ് കൊണ്ട് അവൻ്റെ പുറത്തഴിച്ച് മുഖം തിരിച്ചു നടന്നു. അവരുടെ കൂടിക്കാഴ്ചകൾ മിക്കപ്പോഴും അവസാനിക്കാറുള്ളത് ഇങ്ങനെ തന്നെയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ക്ലാസ് പ്രൊജക്റ്റിനു വേണ്ടി അവൾക്ക് കുറച്ചു നാടൻ മസാലകൾ വാങ്ങണമെന്ന് പറഞ്ഞ് അവനെയും വലിച്ച് ക്രാഫ്റ്റ് മാർക്കറ്റിലെത്തി. കുറച്ചു ഗ്രാമ്പുവും പട്ടയും വാങ്ങാൻ വേണ്ടി 20 മിനിറ്റോളം അവൾ കടക്കാരനുമായി വിലപേശുമെന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവൻ കരുതിയിരുന്നില്ല. തിരിച്ചു വരാൻ നേരം ഐസ്ക്രീം കടയിൽ നിന്ന് അവളൊരു പിസ്ത കുൽഫിയും അവൻ മാംഗോയും വാങ്ങിയെങ്കിലും എന്നത്തെയും പോലെ കുറച്ചു കഴിച്ച ശേഷം രുചി അവൻ്റേതിനാണെന്ന് പറഞ്ഞ് അവൾ അത് കൈക്കലാക്കി. അവളുടെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഒരിക്കൽ പോലും അവൻ ഓർഡർ ചെയ്ത ഭക്ഷണം അവൻ തന്നെ മുഴുവൻ കഴിച്ച ചരിത്രം ഉണ്ടായിട്ടേയില്ല. അവളുടെ പാചക പരീക്ഷണങ്ങൾക്ക് കൂട്ടുപോവുക എന്നത് പിന്നീടൊരു പതിവായി മാറി. ഞാനിന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ കയറുന്നില്ല, നീ വാ, നമുക്ക് പുറത്തു പോകാം. ഓഫീസിലെ തിരക്കിനിടയിലാണ് അവൻ ആ മെസ്സേജ് കണ്ടത്. ഒറ്റയ്ക്ക് പോയാൽ മതി, എനിക്ക് പണിയുണ്ട് എന്നവൻ തിരിച്ച് റിപ്ലൈ അയച്ചെങ്കിലും 4-5 മെസ്സേജുകൾക്ക് ശേഷം കറങ്ങിത്തിരിഞ്ഞ് വൈകുന്നേരം അവൻ അവൾക്കൊപ്പം ജൂഹു ബീച്ചിലെത്തി. തിരക്കുള്ള ബീച്ചിൽ ഒഴിഞ്ഞൊരു സ്ഥലം കണ്ടുപിടിച്ച് അവർ മണലിലിരുന്നു. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ബലൂൺ വിറ്റുകൊണ്ടിരുന്ന ആൾ അടുത്തു വന്ന് ഹാർട്ട് ഷേപ്പുള്ള ബലൂൺ വാങ്ങിക്കാൻ അവളെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലൊന്നുമല്ല, എന്നെ കണ്ടിട്ട് ഇവൻ്റെ കാമുകയായിട്ട് തോന്നുന്നുണ്ടോ? അയാൾ ഒരു നിമിഷം പകച്ചു നിന്ന് മെല്ലെ അവിടെ നിന്നും സ്ഥലം വിട്ടു. പാനിപ്പൂരി കഴിച്ചുകൊണ്ടിരുന്ന ശരൺ ചുമച്ചുകൊണ്ട് അവളെ നോക്കി. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഞാനെന്താ അത്ര മോശമാണോ? ഹേയ് അല്ല, അബുദാബിയിൽ അത്രയും ഗേൾ ഫാൻസുള്ള നിന്നെ ഡേറ്റ് ചെയ്യാൻ മാത്രമുള്ള ലെവലിലേക്ക് ഞാൻ ഇതുവരെ വളർന്നിട്ടില്ലല്ലോ. അല്ലെങ്കിലും ഞാനത് ചെയ്താൽ ഇപ്പോഴും വിളിക്കുമ്പോൾ നിന്റെ വിശേഷം മാത്രം ചോദിക്കുന്ന എൻ്റെ 2 ഫ്രണ്ട്സിനും അത് സഹിക്കാൻ പറ്റില്ല. അവൾ അവനെ നോക്കി അല്പം സീരിയസ് ആയി പറഞ്ഞു. ആ, പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടിനി അവിടെ കിടന്നുരുണ്ടോ? അവൻ ബാക്കിയുണ്ടായ പാനിപ്പൂരി കൂടെ വായിലേക്കിട്ട് കടലിനടുത്തേക്ക് നടന്നു. മിഴി, നീ ഇപ്പോൾ അച്ഛനെക്കുറിച്ച് ഓർക്കാറുണ്ടോ? അവൻ്റെ പിറകിലായി തോളിൽ മുഖം വെച്ച് ഒന്നും മിണ്ടാതെ ഒരുപാട് നേരം കടലിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന അവൾ കേൾക്കാൻ മാത്രം പതിഞ്ഞ ശബ്ദത്തിൽ അവൻ ചോദിച്ചു. എന്നും ഓർക്കും. മുന്നോട്ട് ജീവിക്കാൻ നമുക്കെല്ലാം എന്തെങ്കിലും കാരണങ്ങൾ വേണം. സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ കാത്തിരിക്കാൻ ആരെങ്കിലും. ഇതൊന്നുമില്ലെങ്കിലും എന്നെ മുന്നോട്ട് നടത്തുന്നത് അച്ഛൻ ബാക്കിയാക്കി ചില സത്യങ്ങളാണ്. അച്ഛന് വേണ്ടി എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുള്ള പോലെ. അതെന്താണെന്നറിയില്ല, പക്ഷെ അതെന്നെ തേടി വരുമെന്നൊരു വിശ്വാസം. ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, പക്ഷെ നിന്റെ അമ്മ ഇതെല്ലാം അറിയണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്ര ആഴത്തിൽ അവർ രണ്ടുപേരും ഒരിക്കൽ സ്നേഹിച്ചിരുന്നില്ലേ? ഇന്നലകളിലെ നല്ല ഓർമ്മകൾ മുറുകെ പിടിച്ച് എല്ലാ കാലവും ജീവിക്കാൻ കഴിയില്ലല്ലോ. ഇന്ന് ചുറ്റുമുള്ളതെന്താണോ അതാണ് സത്യം. അതെത്ര വേദനയുള്ളതാണെങ്കിലും അതുമായി സമരസപ്പെടുകയല്ലാതെ നമുക്കൊന്നും വേറെ വഴികളില്ല. ഞാൻ അമ്മച്ചനോട് ഇതെല്ലാം പറഞ്ഞു. എന്നെയും വയറ്റിലിട്ട് അച്ഛനെ തിരഞ്ഞ് അമ്മ ഒരുപാട് നടന്നിട്ടുണ്ട്. അമ്മമ്മയുടെ കയ്യിൽ നിന്ന് ഒരുപാട് തല്ലുകൊണ്ടിട്ടുണ്ട്. അമ്മയുടെ ഒറ്റ വാശിയുടെ പുറത്താണ് ഒടുവിൽ അച്ഛനെ അന്വേഷിച്ച് വീട്ടിൽ നിന്നും ആള് പോയത്. ഒരു പ്രതീക്ഷയും ബാക്കിയാക്കാതെയാണ് അവർ തിരിച്ചു വന്നത്. ആ സമയത്ത് വീട്ടുകാരെ അനുസരിക്കുക എന്നല്ലാതെ അമ്മയ്ക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. ഇഷ്ടമുള്ള പോലെ ജീവിക്കണമെന്നല്ല നമുക്ക് ഉപദേശിക്കാൻ കഴിയും. പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് മുന്നോട്ട് നടക്കാനുള്ള ധൈര്യമൊന്നും എല്ലാ മനുഷ്യർക്കും ഉണ്ടായെന്ന് വരില്ല. അല്പം തണൽ കിട്ടുന്നിടത്ത് അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് അറിഞ്ഞാൽ പോലും ആശ്വാസത്തിനായി നമ്മളവിടെ ഇരുന്നു പോകും.
പപ്പയുടെ മുന്നിൽ കഴുത്തു നീട്ടുമ്പോഴും അമ്മ അത്രയേ ചിന്തിച്ചു കാണൂ. കുത്തുവാക്കുകളിൽ നിന്ന് ഒളിച്ചോടാൻ ഒരവസരം. ഞാനുണ്ടായപ്പോൾ അമ്മയെ വഞ്ചിച്ചു കടന്നുകളഞ്ഞ അച്ഛനോടുള്ള ദേഷ്യവും വെറുപ്പും എല്ലാം എന്നോടും തോന്നിക്കാണും. പപ്പ എന്നെ തല്ലുമ്പോഴെല്ലാം അമ്മ ഒരക്ഷരം എതിർത്തു പറയാറില്ലെങ്കിലും അന്ന് രാത്രി എന്നെ കെട്ടിപ്പിടിച്ച് കുറ്റബോധത്തിൽ കരയാറുണ്ട്. ആദ്യമൊക്കെ അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാറില്ലായിരുന്നു. എന്നോടുള്ള ദേഷ്യവും വെറുപ്പും അച്ഛനെ മറക്കാൻ അമ്മയെ സഹായിക്കുമെന്ന് കരുതി കാണും. ഇത്രയും കാലം ഒരു സത്യത്തിൽ വിശ്വസിച്ച് മനസ്സ് അതുമായി പാകപ്പെടുത്തി ജീവിക്കുന്ന അമ്മയോട് ഇത്രയും കാലത്തെ ജീവിതം ഒരു കള്ളമായിരുന്നുവെന്ന് പറയുമ്പോൾ അതിനെ അമ്മ എങ്ങനെ നേരിടുമെന്ന് എനിക്കറിയില്ല. ആർക്കും ഉപകാരമില്ലാത്ത ഒരാളെ മുറിപ്പെടുത്തും എന്നുറപ്പുള്ള സത്യങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുന്നതാണ് എന്നും നല്ലത്. പിന്നെ എല്ലാവരും എല്ലാ സത്യങ്ങളും അർഹിക്കൊന്നുമില്ല. അത് പറയുമ്പോൾ പണ്ടത്തെ പോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞില്ല. അവൾ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അവൻ അവളെ ചേർത്ത് പിടിക്കണമെന്ന് തോന്നി. പക്ഷെ അസ്തമയം നോക്കി കടലിനടുത്തേക്ക് നടന്ന അവൾക്ക് പിന്നിൽ അവരെ പൊതിഞ്ഞ ചുവന്ന ആകാശം നോക്കി അവനവിടെ വെറുതെ നിന്നു. ജോലിയുടെ തിരക്കും മിഴിക്കൊപ്പമുള്ള കറക്കവുമായി മാസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. അതിനിടയ്ക്ക് അമ്മയുടെ പരാതി സഹിക്കാൻ കഴിയാതെ ശരൺ അബുദാബിയിൽ പോയി ഒരാഴ്ച താമസിച്ചു. പുതിയ ജീവിതവുമായി അവൻ പൊരുത്തപ്പെട്ടു തുടങ്ങിയിരുന്നു. മുംബൈ നഗരമാണോ അതോ അവളുടെ സാമീപ്യമാണോ ഈ നഗരത്തെ ഇത്ര പ്രിയപ്പെട്ടതാക്കിയതെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അവനു കഴിഞ്ഞില്ല. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പുറത്തിറങ്ങാതെ ഭക്ഷണമുണ്ടാക്കി സിനിമ കണ്ട് വെറുതെ വീട്ടിൽ കിടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ദിവസം. അവൻ രാവിലെ കോഫിയുമായി ബാൽക്കണിയിൽ വന്നിരുന്നു. ഉച്ചത്തിൽ വില വിളിച്ചു പറഞ്ഞ് ഉന്തുവണ്ടിയിൽ പച്ചക്കറികളുമായി ഒരാൾ റോഡിലൂടെ കടന്നുപോയി. ആവശ്യത്തിനും അല്ലാതെയും ഹോണടിച്ച് ഓട്ടോകൾ അങ്ങിങ്ങായി ഓടിക്കൊണ്ടിരുന്നു. അടുത്ത ഫ്ളാറ്റിലെ അടുക്കളയിൽ നിന്നും സ്റ്റീൽ പാത്രങ്ങൾ താഴെ വീഴുന്നതിൻ്റെ ശബ്ദവും തിളച്ചു തുടങ്ങിയ സാമ്പാറിൻ്റെ മണവും അവനെ ബാൽക്കണിയിലേക്കും പടർന്നു. കോഫി ഒരു വട്ടം കുടിച്ചപ്പോഴേക്കും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. വേഗം റെഡിയായിക്കോ, 38 മിനിറ്റിനുള്ളിൽ ഞാൻ ഫ്ലാറ്റിലെത്തും. ഇനി 38 മിനിറ്റ് പറഞ്ഞത് എന്താണെന്ന് ചോദിക്കേണ്ട, എനിക്കങ്ങനെ പറയാൻ തോന്നി. പോസ്റ്റ് ആക്കരുത്, ബൈ. ഒരു ഗുഡ് മോർണിംഗ് പോലും പറയാതെ അവൾ അത്രയും പറഞ്ഞ് ഫോൺ വെച്ചു. ഇങ്ങനെയുള്ള അവളുടെ ഫോൺ കോളുകൾ ഇപ്പോൾ പതിവാണ്. ഇന്ന് പുറത്തു പോകാൻ ഒരു പ്ലാനുമില്ലെങ്കിലും വിളിച്ചത് മിഴിയായതുകൊണ്ട് അവനതിന് നോ പറയില്ലെന്ന് അവന് തന്നെ ഉറപ്പുണ്ടായിരുന്നു. വേഗം കോഫി കുടിച്ചു തീർത്ത് അവൻ കുളിക്കാൻ പോയി. കൃത്യം 41 മിനിറ്റുകൾക്ക് ശേഷം ഒരു ചുവന്ന കുർത്തയുമിട്ട് മുഖത്തിനേക്കാൾ വലിപ്പമുള്ള സൺഗ്ലാസും വെച്ച് അവൾ ഫ്ലാറ്റിലെത്തി. നീ 3 മിനിറ്റ് ലേറ്റാണ്, അവൻ അവൾക്ക് ഡോർ തുറന്നു കൊടുക്കുന്നതിനിടെ പറഞ്ഞു. സോറി, വരുന്ന വഴിക്ക് പുതിയൊരു പാനിപ്പൂരി കട കണ്ടു. വേണ്ടെന്ന് കരുതിയതാ, പക്ഷെ എന്ത് ചെയ്യാനാ, ഫുഡ് എൻ്റെ ഒരു വീക്ക്നെസ് ആയിപ്പോയില്ലേ. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ നിൽക്കരുതെന്ന്. പ്ലീസ് ശരൺ, ഉപദേശം കേൾക്കാനുള്ള സമയം ഇപ്പോഴില്ല. വേണയിൽ ഞാൻ രാത്രി 1 മണിക്കൂർ അതിനായിട്ട് മാറ്റിവെക്കാം. വാ, നമുക്ക് പെട്ടെന്നിറങ്ങാം. അവനെ പിന്നെയൊന്നും സംസാരിക്കാൻ അനുവദിക്കാതെ അവൾ ഓട്ടോ പിടിക്കാനായി വേഗം താഴേക്ക് നടന്നു. നിനക്ക് നിന്റെ പഴയ വാക്മാൻ ഓർമ്മയുണ്ടോ? ഓട്ടോയിലെ കണ്ണാടിയിൽ നോക്കി മുടി ശരിയാക്കിക്കൊണ്ടിരുന്ന ശരണിനെ നോക്കി അവൾ ചോദിച്ചു. അതിപ്പോഴും അച്ഛൻ വീട്ടിൽ പൊടിതട്ടി വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. അതിനിപ്പോൾ എന്താ? നീ അതും വെച്ച് പാട്ട് കേട്ടിരിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അവൾ എന്തോ ഓർത്തെടുത്തു ചിരിച്ചു. നീ അതിനെപ്പോഴാ എന്നെ അത്രമാത്രം ശ്രദ്ധിച്ചിട്ടുള്ളത്? അന്നെനിക്ക് ഭാരപ്പെട്ട പണികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് അതിനൊക്കെ സമയമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്ത് ഭാരപ്പെട്ട പണിയാണുള്ളത്? അവൻ വെയിലടിച്ചപ്പോൾ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ഇന്ന് നമുക്കൊരു വലിയ ഭാരപ്പെട്ട പണിയുണ്ട്, അതവിടെ എത്തുമ്പോൾ പറയാം. അന്ധേരി സ്റ്റേഷന് പിറകിലായുള്ള ചെറിയൊരു ഗല്ലിക്ക് മുൻപിൽ ഓട്ടോ നിർത്തിച്ച് അവൾ മുന്നോട്ട് നടന്നു. കച്ചവടക്കാരെ കൊണ്ട് അവിടമാകെ നിറഞ്ഞിരുന്നു. എന്തന്വേഷിച്ചാണ് അവളിവിടെ വന്നതെന്ന് അവന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ചാറ്റൽ മഴ പൊടിഞ്ഞു തുടങ്ങിയപ്പോൾ അവൾ ബാഗിൽ നിന്നും കുടയെടുത്ത് അവന് നേരെ നീട്ടി. ലോക്കൻഡ് വാലയ്ക്കടുത്തുള്ള ഒരു ഗല്ലിയിലേക്ക് തിരിഞ്ഞു. അവൾ ആ കുടയിൽ കയറാതെ വേഗത്തിലോടി ഒരു കടയ്ക്ക് മുൻപിൽ കയറി നിന്നു. കുടയുമായി ആ തിരക്കിലൂടെ കഷ്ടപ്പെട്ട് നടന്ന് അവിടെ എത്തുമ്പോഴേക്കും അവൻ ചെറുതായി നനഞ്ഞിരുന്നു. റോക്കൻ രാഗ എന്ന് പേരെഴുതിയ കുറച്ചധികം പഴക്കം തോന്നിച്ച ആ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഷോപ്പിലേക്ക് അവൾ അവൻ്റെ കൈപിടിച്ചു കയറി. കൗണ്ടറിൽ ഉറക്കം തൂങ്ങിയിരുന്ന അങ്കിൾ അവളെ കണ്ടതും പരിചയഭാവത്തിൽ ചിരിച്ചുകൊണ്ട് എണീറ്റു. നമ്മളെന്താ ഇവിടെ? അവൻ കാര്യം മനസ്സിലാവാതെ ചുറ്റും നോക്കി. നിനക്കൊരു ഗിറ്റാർ വാങ്ങിക്കാൻ വന്നതാ. അവൾ നിരത്തിവെച്ച ഗിറ്റാറുകൾക്കടുത്തേക്ക് നടന്നു. എന്ത് ഗിറ്റാറോ? എനിക്കോ? ബുധനാഴ്ച നിന്റെ ബർത്ത്ഡേ അല്ലേ? ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. എന്തെങ്കിലും ഹോബി നീ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഓഫീസിലെ എക്സൽ ഷീറ്റിൽ കുടുങ്ങി നിന്റെ ജീവിതം ചിതലരിച്ചു പോകും. മിഴി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൻ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഞാനിത് വാങ്ങാതെ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് നിനക്കറിയാലോ, പിന്നെ വെറുതെ മസിൽ പിടിച്ച് സമയം കളയണ്ട. അവൾ കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ അവിടെയുണ്ടായിരുന്ന ചുവന്ന പോളിഷ് ചെയ്ത ഒരു ഗിറ്റാർ കയ്യിലെടുത്തു. ഇതിനൊക്കെ നല്ല വിലയാണ്, നീ അതവിടെ വെച്ചേ. അവൻ അവളുടെ കയ്യിൽ നിന്നും ഗിറ്റാർ വാങ്ങി നോക്കി.
സർപ്രൈസ്. ഞാൻ ആദ്യമേ അഡ്വാൻസ് കൊടുത്തു. നിന്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചോട്ടെ എന്ന് കരുതിയാണ് നിന്നെയും കൂട്ടി വന്നത്. എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി നീ ഇത്രയൊക്കെ എഫേർട്ട് എടുത്തോ? അവൻ വിശ്വാസം വരാതെ അവളെ നോക്കി. പണ്ട് നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരു മലയാളം പാട്ട് പഠിക്കുന്നുണ്ട്, പാടിത്തരാമെന്ന്. ആ പ്രോമിസ് കീപ്പ് ചെയ്യാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുകയാണെന്ന് കരുതിയാൽ മതി. 2 മാസം സമയം തരും. അതിനുള്ളിൽ പാട്ട് പഠിച്ച് ഈ ഗിറ്റാർ വെച്ച് എനിക്കത് പാടിത്തരണം. വെറുതെ പറഞ്ഞു പോയ ചെറിയ കാര്യങ്ങൾ പോലും അവൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഓർത്തിരിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. ഗിറ്റാറിലൂടെ വിരലോടിച്ചു കൊണ്ടിരുന്ന അവൾക്ക് പിറകിലായുള്ള ഗ്ലാസ് ഭിത്തിയിലൂടെ മഴ ഒലിച്ചിറങ്ങി. തുറന്നിട്ട ഡോറിലൂടെ അകത്തേക്ക് കയറിയ കാറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിൽ തട്ടി ശബ്ദമുണ്ടാക്കി. കടയിലെ റേഡിയോയിൽ പതിഞ്ഞ ശബ്ദത്തിൽ വെച്ച അമിത് കുമാറിൻ്റെ ബഡേ അച്ഛേ ലാഗ്തേ ഹൈൻ എന്ന പഴയ ഹിന്ദി പാട്ട് അവർക്ക് വേണ്ടി മാത്രം പാടുന്ന പോലെ അവന് തോന്നി. ശരൺ, ദേ ഇത് നോക്ക്, ഇഷ്ടായോ? അവനെ ചിന്തകളിൽ നിന്നും ഉയർത്തി അവൾ ഒരു ഗിറ്റാർ എടുത്ത് അവൻ്റെ കയ്യിൽ വെച്ചു. അവനത് വാങ്ങി മെല്ലെ സ്ട്രിങ്ങുകളിലൂടെ വിരലോടിച്ചു. വായിക്കാൻ അറിയില്ലെങ്കിലും ആ ഗിറ്റാർ തൻ്റെ കൈകളിൽ നന്നായി ഒതുങ്ങുന്ന പോലെ അവന് തോന്നി. ഇത്രയും കാലം ഇങ്ങനെയൊന്ന് വാങ്ങണമെന്ന് കരുതിയില്ലെങ്കിലും ഒരുപാട് ആഗ്രഹിച്ച് സ്വന്തമാക്കിയ അമൂല്യമായ എന്തോ പോലെ അവനത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കൊള്ളാലോ, ഗിറ്റാർ കൂടെ പിടിച്ചപ്പോൾ ഒന്നുകൂടെ ഹോട്ടായിട്ടുണ്ട്. ഇനി അബുദാബിയിൽ മാത്രമല്ല, ഇവിടെ മുംബൈയിലും ഫാൻസിൻ്റെ കുത്തൊഴുക്കായിരിക്കും. അതിന് ഷർട്ടില്ലാതെ ഗിറ്റാർ പിടിച്ചു നിന്നതുകൊണ്ട് കാര്യമില്ല, അത് വായിക്കാനും അറിയണം. പേടിക്കണ്ട, അതിനും ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ശനിയും ഞായറും രാവിലെ 10 മണിക്കാണ് ക്ലാസ്. മുടങ്ങാതെ പോയാൽ മതി. അവൾ പോക്കറ്റിൽ നിന്നും ഗിറ്റാർ ക്ലാസിൻ്റെ പോസ്റ്ററും ഫീസ് അടച്ച രസീതും എടുത്ത് അവന് നേരെ നീട്ടി. നീ ഫീസും അടച്ചോ? ആദ്യത്തെ 1 മാസത്തേക്കുള്ളത് മാത്രം. ഇപ്പോൾ അത്രയും എന്നെക്കൊണ്ട് താങ്ങൂ. ബാക്കി നീ അടച്ചാൽ മതി. അപ്പോൾ അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ഗിറ്റാറിൻ്റെ ബാക്കി എമൗണ്ട് പേ ചെയ്യാൻ കൗണ്ടറിനടുത്തേക്ക് നടന്നു. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഗലിയിലൂടെ ഒരു കുടയിൽ തിരിച്ചു പുറത്തേക്ക് നടക്കുമ്പോൾ 2 പേരും നന്നായി നനയുന്നുണ്ടായിരുന്നു. റോഡ് നിറയെ ചളിവെള്ളം നിറഞ്ഞതിനാൽ ഫുട്പാത്തിലൂടെ നടന്ന് അവർ അടുത്തു കണ്ട ഒരു ചായക്കടയിലേക്ക് കയറി. ചെറിയ പേപ്പർ ഗ്ലാസ്സിൽ 2 ചായ കടക്കാരൻ അവർക്ക് നേരെ നീട്ടി. ചിയേഴ്സ്. മിഴി അവന് നേരെ ചായ ഗ്ലാസ് ഉയർത്തി. എന്തിന്? വരാനിരിക്കുന്ന നിന്റെ മ്യൂസിക് ജേണിക്ക്. അല്ല, നിന്റെ ഓരോ പുതിയ വട്ടുകൾക്ക്. അവൻ കപ്പ് പൊക്കി ചിരിച്ചുകൊണ്ട് അവൾക്ക് ചിയേഴ്സ് പറഞ്ഞു. ഇപ്പോൾ നിനക്കെൻ്റെ വട്ടെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാം, പക്ഷെ ഒരുപാട് കാലം കഴിയുമ്പോൾ നിന്റെ കോർപ്പറേറ്റ് ജോബ് കളഞ്ഞ് ഒരു വലിയ ഗിറ്റാറിസ്റ്റ് ആവും. അന്ന് എന്നെയും എൻ്റെ ഈ വട്ടിനെയും നീ നന്ദിയോടെ ഓർക്കും. ഭാവിയിൽ ഞാൻ നിന്നെ നന്ദിയോടെ ഓർക്കുമെന്ന് പറയുമ്പോൾ ആ ഭാവിയിൽ നീ കൂടെ ഉണ്ടാവില്ല എന്നാണോ പറയുന്നത്? അവൻ ചായ ഗ്ലാസ് ടേബിളിൽ വെച്ച് അവളെ നോക്കി. അറിയില്ല, നമുക്ക് ഈ നിമിഷത്തെക്കുറിച്ചല്ലേ ധാരണയുള്ളൂ. മനുഷ്യൻ്റെ കാര്യമല്ലേ, മാറും മറക്കും. അവൾ ഒരു നിമിഷം ആലോചിച്ച ശേഷം പറഞ്ഞു. കൂടെ ഉണ്ടാവണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടായതുകൊണ്ട് എല്ലാം നടക്കണമെന്നുണ്ടോ ശരൺ? വാ, മഴ തോർന്നു, പോവാം. അവൾ സൈഡ് ബാഗും കുടയും എടുത്ത് നനയുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് പുറത്തെ മഴയിലേക്കിറങ്ങി.